വ്യാകുല മാതാവ്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേ ദിവസം ദേവമാതാവിന്റെ 7 വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നു. 1814 വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ 7-ാം പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ. അതിനു മുമ്പ് മേരിദാസരുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിരുന്നു. ദേവമാതാവിന്റെ ശുദ്ധീകരണ ദിവസം ഉണ്ണീശോയെ ശിമയോന്റെ കരങ്ങളിൽ കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അനേകരുടെ അധപതനത്തിനുമായി നിയുക്തനായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു, ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും. ഈ പ്രവചനമാണ് 1-ാമത്തെ വ്യാകുലതയായി എണ്ണിയിരിക്കുന്നത്. ഹെറോദേസിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പലായനം 2-ാമത്തെ വ്യാകുലതയും 12 വയസ്സുള്ളപ്പോൾ ഈശോ ദേവാലയത്തിൽ കാണാതായത് 3-ാമത്തെ വ്യാകുലതയുമായി. ഈശോ കുരിശു വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്ന കാഴ്ച മറിയത്തിന്റെ 4-ാമത്തെ വ്യാകുലതയും, ഗാഗുൽത്തായിൽ കുരിശിൽ ചുവട്ടിൽ നിൽക്കുന്നത് 5-ാമത്തെ വ്യാകുലതയും, ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തിയത് 6-ാമത്തെ വ്യാകുലതയും, നമ്മുടെ കർത്താവിന്റെ സംസ്കാരം 7-ാമത്തെ വ്യാകുലതയുമായി. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 വ്യാകുലതകൾ ദേവമാതൃഭക്തർ കൈവിരലിൽ എണ്ണി ധ്യാനിക്കുന്നുവെങ്കിലും ബത്ലേഹമിലെ കാലിത്തൊഴുത്തും നസ്രത്തും പരസ്യജീവിത രംഗങ്ങളും എന്തുമാത്രം വ്യാകുലതകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ആർക്ക് വർണ്ണിക്കാൻ കഴിയും? അതിനാൽ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് സന്യായം മറിയത്തെ സംബോധന ചെയ്യുന്നു. ക്രിസ്തുനാഥന്റെ അമ്മയെ ഇത്രയേറെ വേദനയോടെ കാണുകിൽ ആരാണ് വിങ്ങി വിങ്ങി കരയാതിരിക്കുക?